ഹായ് ഗായ്സ്, ഇത് അമ്പലത്തിലെ ഒന്നാം ദിവസത്തിലെ അമ്പലമാണ് കേട്ടോ. അമ്പലമല്ല, ഞാൻ പറഞ്ഞതിൻ്റെ മിസ്റ്റേക്കാണ്. നിങ്ങളെ പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാനല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സൈക്കിള് അല്ല അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഇത് ഒന്നാം ദിവസത്തിൻ്റെ എങ്ങാണ്ടാണ് ശരിക്കും പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ അത് പതിയെ ചവിട്ടി പോവുകയാണ്. എങ്ങോട്ടാണ്? അമ്പലത്തിലോട്ട് തന്നെ. അപ്പം ഇത് ഒന്നാം ദിവസത്തിൻ്റെ അല്ല, സോറി, രണ്ടാം ദിവസത്തിൻ്റെയാണ്. അല്ല, മൂന്നാം ദിവസത്തിൻ്റെയാണ്. എന്നാണ് എത്ര ശരിക്കും? രണ്ടാം ദിവസത്തിലാണ്. ഞങ്ങൾ രണ്ടാം ദിവസത്തിലെ സ്കൂളിൽ പിള്ളേർ 3 ദിവസം ഒരുമിച്ച് എടുത്തു. അങ്ങനെ വേണ്ടേ അതൊക്കെ എനിക്ക് പേടിയാണ് കേസ്. എന്നിട്ട് ഞാൻ എന്താണ് കുറേ ലേറ്റായി. കഴിഞ്ഞ മാസത്തെ വീഡിയോ ഈ മാസമാണ് ഇടുന്നത് എന്ന് പറയുന്നതിലും ജനുവരി 13-ൻ്റെയും 14-ൻ്റെയും 15-ൻ്റെയും കൂടാണ് ഇടുന്നത്. അല്ല, മാറത്തില്ല. 12, 11, 12, 13, 14 ഈ 4 ദിവസത്തിലാണ് ഇടുന്നത്. ഇവിടെ മുതലാണ് ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് നമ്മൾ തോരണമൊക്കെ കെട്ടാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ രണ്ടാം ദിവസത്തിൻ്റെ വീഡിയോ ഇടയ്ക്ക് കയറ്റിയതാണ്. എന്നോട് ക്ഷമിക്കുക എന്ന് എനിക്ക് പറയാനായിട്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സൈക്കിള് ഇവിടെ വെക്കാനായിട്ടാണ് ഇരിക്കുന്ന ആ ഒരു നീലപ്പെടുക അവിടെ വെക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒന്നാം ദിവസത്തെ തലേദിവസത്തെയാണ്, 11-ാം ദിവസത്തെയാണ് നമ്മൾ. എന്നിട്ട് ഇത് 12-ാം ദിവസത്തെ അല്ല, ഇതും 11-ാം. നമ്മൾ കവർ എടുക്കാനായിട്ട് കണ്ട് വീട്ടിലോട്ട് വന്നാണ്. പൂ പറിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് വന്നാണ്. അപ്പം നമുക്ക് മുക്കുറ്റി കറുക ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. മുക്കുറ്റി കറുക, പിന്നെ ചെത്തിപ്പൂവ്, പിന്നെന്തുവാ തുളസി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ മറ്റേ എന്താ പർപ്പിൾ കളറിലെ പൂവില്ലേ, വാടാമുല്ല, എന്തോ ഒരു സാധനം പർപ്പിൾ കളറിലെ ആ സാധനമാണ് നമുക്ക് വേണ്ടത്. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നു. എന്ത് പറ്റണം? നമ്മളെ പിന്നെയും പോവുകയാണ് ഗൈസ്. നടന്നായിരിക്കും, എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പോകാനായിട്ട് ഞാൻ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. പേടിക്കൊന്നും വേണ്ട. നമ്മൾ തേരാപ്പര നടക്കുകയാണ്. യെസ്, നമ്മളങ്ങനെ അവിടെ എത്തി. ഇതൊക്കെ കെട്ടാനായിട്ടിരിക്കുകയാണ്. ഇത് 3-ാം ദിവസത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ലുക്ക്. ഇത് നമ്മുടെ നോട്ടീസിൻ്റെ ഒരു ഫ്ലെക്സ് അടിച്ചാണ്. നമ്മളെ കമ്മിറ്റി ഓഫീസ് ആ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. ഇതങ്ങനെ 11-ാം ദിവസത്തെയാണ്. നമ്മൾ പൂ പറിക്കാനായിട്ട് പോകുന്നതിൻ്റെയാണ്. കണ്ടോ, നമ്മൾ പൂ പറിക്കാനായിട്ടൊരു എന്താ പറയുക, ഇടയ്ക്കൂടൊക്കെ വേണം കയറി പോകാനായിട്ട്. നമ്മൾ വാഴത്തോപ്പിൻ്റെ ഇടയ്ക്കൂടൊക്കെയാണ്. നമ്മൾ മോട്ടോറ ഇവിടെ അടുത്താണ് ഗൈസ്. മാങ്ങ ഉണ്ട്, നിർത്തിയതാണ്. മുകളിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ കണ്ട ഞങ്ങൾ പറിച്ച്, പക്ഷെ ചൊനയുണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ തിന്നും. കണ്ടാ പച്ചിലേ അല്ല, എല്ലാ സാധനങ്ങളും പറിച്ച് വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ എത്തേണ്ട എൻ്റെ കയ്യിലാണ് എന്തോ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഗൈസ്. കിറ്റാണോ എന്ന് അറിയത്തില്ല, എന്തോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. ആരും അപ്പുറം കൂടെ നടന്നു വെച്ച് ഇന്നുമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പിന്നെയും എങ്ങനെയാണ് പിന്നെയും ചവിട്ടി നടന്ന് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയൊക്കെ കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിഹ്നമായിട്ട് നമ്മൾ നടന്ന് പൂവുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തിന്ന് പതിയെ ആണ് പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഉള്ള ഇതാണ്. കണ്ടാ, നമ്മുടെ പെച്ചമ്മയുടെ അമ്പലത്തിൻ്റെ ഇതാട്ടോ കാണിക്കുന്നത്. കാണാതിരിക്കുമല്ലേ ആ വീട്. അങ്ങനെ ഇതേണ്ട മോട്ടോറ എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഓട്ടോറ കഴിഞ്ഞിട്ടും പോകണം കേട്ടോ. ചെത്തിപ്പൂ വേണ്ട സ്ഥലത്തെത്താനായിട്ട്. ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. നമുക്ക് ഇനിയും കുറേ ചുന്നു നടന്നു പോകുന്ന കയ്യിലിരിക്കുന്ന സാധനങ്ങൾ കണ്ടു ഗൈസ്. ഒരു കുന്ന് നമ്മൾ പറിച്ചു. പക്ഷേ ഇത്രയൊന്നും വേണ്ട, അല്ല ഇത്രയൊന്നും പോരാ. നമുക്ക് 3 ദിവസത്തേക്ക് വേണം പൂജയ്ക്കും കാര്യങ്ങൾക്കും. അപ്പം നമ്മൾ പറിക്കാനായിട്ട് പിന്നെയും പോവുകയാണ്. അങ്ങേ അറ്റത്തൊരു വീടുണ്ട്, അപ്പോൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയതിൽ വെച്ച് അവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ പിന്നെയും നടന്ന് മൈക്കിൽ എന്തൊക്കെയൊക്കെയോ കാണാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. വോയിസ് ഓവർ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് കഴിഞ്ഞ് വോയിസ് ഓവർ വായിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കണം. അങ്ങനെ നമ്മൾ പോവുകയാണ് പൂ പറിക്കാനായിട്ട്. നമ്മൾ ചില വീട്ടിൽ കയറി പറിച്ചിട്ടൊക്കെ ആട്ടോ പോകുന്നത്.
ആൻഡ് മറ്റേ പർപ്പിൾ കളറിലെ വാടാമുല്ല എന്ന് പറയുന്ന ആ പൂവും ഇനി അപ്പുറം വന്നിട്ട് പറിക്കണം. അങ്ങനെ അതൊന്നും വീഡിയോ എടുക്കുക. ഇതാണ് ഗൈസ് മോട്ടോറ. ഇവിടെ നിന്നാലും നമുക്ക് അപ്പുറം വീട് കാണാൻ പറ്റും. ഇവിടെ ഒരു അപ്പൂപ്പൻ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്ന് മിണ്ടാതെ പതിയെ പോകുന്നത്. മോട്ടർ ഓടിക്കാൻ വരുന്ന കേട്ടോ. അപ്പം നമ്മൾ വേണ്ടേ പതിയൊന്നുമല്ല, സ്പീഡിലാണ് നടന്നു പോകുന്നത്. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തോ ഒരു നല്ല രസമാണ് ഗൈസ്. അപ്പം ഇനിയും കുറച്ച് നേരം എൻ്റെ മുഖം ആട്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. എങ്കിലും എന്താ പറയുക, നമ്മളെല്ലാ വർഷവും വരാറുള്ള ഒരു ഇതുണ്ട്. കാര്യം ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ പൂക്കൾ എവിടേക്ക് കാണുമെന്ന്. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം പോയ വീട്ടിൽ തന്നെയാണ് പ്രാവശ്യം പോകുന്നത്. നമ്മളപ്പം പുറത്ത് വെച്ച് കണ്ടായിരുന്നു ആ വീട്ടിലെ ആൻറ്റീനെ. അപ്പോൾ ആൻറ്റിയോട് ചോദിച്ചാൽ പറഞ്ഞു ആ പൂക്കളുണ്ട്, പോയി പറിച്ചോളാൻ പറഞ്ഞു. വേണ്ട ഗൈസ്, പുളിയുണ്ട് അത് പറിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പുളി മരം കിട്ടിയില്ല, പക്ഷേ പിന്നെ റംബൂട്ടാൻ മരം ഉണ്ട്. ഇതൊക്കെ ചിന്നുവിനോട് പറഞ്ഞാണ് പോകുന്നത്. അയ്യോ, ഇവിടെ എല്ലാം നമ്മൾ വർത്താനം പറഞ്ഞ് പോകുമ്പം അങ്ങ് കുറേ നേരം എത്തും. അങ്ങനെ തേണ്ടേ നമ്മൾ എത്താറായിരിക്കുന്നു. എങ്ങനെ അല്ല, ഞാൻ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. ഗൈസ്, ചെത്തിപ്പൂള്ള വീട് കണ്ടാ നിങ്ങൾ കണ്ടോ ഗൈസ്? അങ്ങനെ നമ്മൾ ചെത്തിപ്പൂള്ള വീട്ടിലെത്തി. ചെത്തിപ്പൂവൊക്കെ പറിച്ചു ശേഷം ഇതാണ് ഫൈനൽ ലുക്ക്. വൈകുന്നേരത്തെ ലുക്കാട്ടോ ഇത്. എന്നാ ഭംഗിയെന്നറിയോ കാണാനായിട്ട്. ഈ വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ ഭാഗത്തോട്ടൊന്നും ഇട്ടിട്ടില്ല. ആൻഡ് വൈകുന്നേരമൊക്കെ കാണാനൊരു ഭയങ്കര പൊളിയാണ്, വിചാരിക്കുന്ന പോലെയല്ല. അപ്പം ഞാൻ വേണ്ട രാത്രി 12 കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ഇറങ്ങാൻ പോയി. ആൻഡ് രാവിലെ എണീറ്റ് പിന്നെയും വന്നു. കണ്ട ഗൈസ്, രാവിലെ എണീറ്റിട്ടും വീഡിയോ എടുക്കാൻ കണ്ട മനസ്സ് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഇപ്പോൾ സമയം 6 മണി എങ്ങാണ്ട് ആയിട്ടുണ്ട്. 6:10 ആയിട്ട് കാണും, എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ എത്ര ആയെന്നൊന്നും. നമ്മൾ പതിയെ പുറത്തോട്ട് ഇറങ്ങി നോക്കുന്നു. കണ്ടു, മഞ്ഞാണ് ഗൈസ്, ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. നമ്മൾ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ എത്തണം. അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രസീത് എഴുതാൻ, കമ്മിറ്റി ഫീസ് എടുക്കാനായിട്ടാണ് ഗൈസ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് 10-15 പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോഴാണ് ഞാൻ എണീക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇനിയും പോകണം. ഇന്ന് ക്ലാസ് ഉണ്ട്, ഇന്ന് PTA ഉണ്ട്, ഒരു എക്സാമും ഉണ്ട്. അങ്ങനെ നമ്മൾ മറ്റേ PTAക്ക് നമ്മൾ അത് കഴിഞ്ഞ് പോകും ഗൈസ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, കുളിച്ച് ഒരുങ്ങാനിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ സുന്ദരിയായി ഒരുങ്ങി ഒരു വട്ടം അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ട്, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എന്നാണ് കാണിക്കുന്നത്. പിന്നെയും വന്നിട്ട് അമ്പലത്തിൽ തന്നെ ഇരുന്നു. കാര്യം അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഈ ഭയങ്കര ചൂടാട്ടോ, പഴുതയും കൂടെ ഇട്ടിരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ പണിയായുധങ്ങൾ, കൊടുക്കേണ്ട സാധനങ്ങളാണ്. പണിയായുധങ്ങളെല്ലാം ആ സംഭവത്തിൽ വെച്ചിട്ടുണ്ട്. രസീത്, പിന്നെ ഒരു 2-3 പേപ്പറുണ്ട്. അതിനകത്തോട്ടാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതിൽ നിന്ന് പിന്നെ രസീതിലോട്ട് എഴുതി അമ്പലത്തിൽ കൊടുക്കേണ്ട ഡ്യൂട്ടി എനിക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയായി. അങ്ങനെ വൈകുന്നേരത്തെ പരിപാടിയാണ് ഇതെല്ലാം. രസീതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പതിയെ പോവുകയാണ്. ഞങ്ങളുടെ ഡാൻസൊക്കെ ആയിരുന്നു ഗൈസ്, ഭയങ്കര പൊളി ഡാൻസ് ആയിരുന്നു. ഞങ്ങൾ ഫ്രണ്ട് സൈഡ് മാറിയിരിക്കുന്ന ഞങ്ങൾ മുന്നേറ്റത്തിന് ഞങ്ങളുടേതായി, ഞങ്ങളുടെ പാട്ടായി. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു. ഇത് 1ാം ദിവസം തന്നെ പ്രോഗ്രാമിൻ്റെ ആട്ടോ. അയ്യോ, ഇതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ തെറ്റിക്കുന്നുണ്ട്, ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കില്ല. ഡാൻസിൻ്റെ എല്ലാതായിട്ടും ഞാനൊരു വീഡിയോ ഇടാം, മറ്റേ ചാനലിലായിരിക്കും. എന്തായാലും നോക്കാം. അങ്ങനെ ഇതേ ഗൈസ്, അടുത്ത സെക്ഷനായി. അങ്ങനെ ഓരോ സെക്ഷൻ വെച്ചായിരുന്നു ഗൈസ്. അങ്ങനെ കണ്ടോ, എല്ലാവരും കയറി അങ്ങനെ എല്ലാവരുമായിട്ട് കളിച്ചു. ഭയങ്കര പൊളിപ്പരിപാടിയായിരുന്നു. അടിച്ച് പൊളിച്ച് കളിച്ച് എന്തൊക്കെയൊക്കെ ആക്കി. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഡേയിൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാര്യം മഴയൊക്കെ പെയ്ത് ഒരു ഇതായിട്ടായിരുന്നു. ഞാൻ വെള്ളത്തിൽ കുളിച്ചായിരുന്നു ഗൈസ് ഇരുന്നത്. കണ്ട, വെള്ളമൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക്. അവിടെ പൊതിയും കത്തിക്കുമ്പോൾ ഞാൻ ഇവിടെ രസീത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, ഓരോ ആൾക്കാർ വന്നിട്ട് രസീത് എഴുതാനായിട്ട് വരികയാണ്. സമയത്ത് എനിക്ക് വീഡിയോ ഒക്കെ ഇതുകൊണ്ട് വെക്കേണ്ട വരും. അങ്ങനെ ഇതേണ്ട, ഇവിടെ അവരുടെ പ്രസാദനം കൊണ്ട് വെക്കുമ്പോൾ എനിക്ക് സ്ഥലം കിട്ടിയിരിക്കാനായിട്ട്. അങ്ങനെ ഒരുവിധം രസീതെല്ലാം ബാഗിൽ തള്ളിക്കയറ്റി നമ്മൾ പരിപാടി നടക്കുന്നിടത്തോട് പോവുകയാണ്. സെക്കൻഡ് ഡേയിൽ ഭജനയാണ്, ദേവസേന ഭജൻസാണ് അവതരിപ്പിക്കുന്നത്. ആൻഡ്
ഒന്നും പറയാനില്ല ഗൈസ്. അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഞങ്ങൾ അടിച്ച് പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കണ്ട എല്ലാവരുടെയും ഇരിപ്പ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് രസീത് എഴുതാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുതു. എന്നിട്ട് പിന്നെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകും. ഇനി വീട്ടിൽ ചെന്നിട്ട് കണക്കൊക്കെ ബോധിപ്പിച്ചിട്ട് ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും പോയി കിടക്കണം. അങ്ങനെയാണ് റൊട്ടീൻ. അപ്പം സെക്കൻഡ് ഡേയുടെ അടിച്ച് പൊളിച്ചു കേസ്. എനിക്കിപ്പോൾ അത് മിസ് ചെയ്യുന്നു. എൻ്റെ ഇപ്പോൾ പാടുന്ന ചേച്ചിയുടെ പേരാണ് നക്ഷത്ര. അതിൻ്റെ ഇപ്പറേ ഇരിക്കുന്നത് അലോക. അവിടെ ഇരിക്കുന്ന അച്ചിച്ചിനെ എനിക്ക് കിട്ടുന്നില്ല. അങ്ങേയറ്റം ഇരിക്കുന്ന ഗൗരി എന്നെങ്ങാണ്ടാണ് പേര്. ഗൗരി എന്ന് പറയുന്നത് നടുക്കത്തെ ചേച്ചിയുടെ പേര്. മൂന്നാമതിരിക്കുന്ന ചേച്ചിയുടെ പേര് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ മറന്നു പോയിരിക്കുന്നു. സോറി ചേച്ചി, എന്നോട് ക്ഷമിക്കണം. എന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അത് ഞാൻ കൂടുതൽ കമ്പനി ആയത് അലോക ചേച്ചിയോടും പിന്നെ നക്ഷത്ര ചേച്ചിയോടും ആയിരുന്നു. അവർ ഭയങ്കര ഇതാണ്. ഞങ്ങൾ ലാസ്റ്റ് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോയത്. പിന്നെ ഇവരുടെ എന്താ പറയുക, നല്ല പ്രോഗ്രാമായിരുന്നു. എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നല്ല അത്രയ്ക്ക് പൊളി പ്രോഗ്രാമായിരുന്നു. ഒന്നും പറയാനായിട്ടില്ല. ഗംഭീര അതിഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാട്ടും എല്ലാം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പിന്നെ ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ചാനലിൽ കയറി കാണാൻ മറക്കല്ല്. കാണാതിരിക്കുകയും ചെയ്യരുത്. പൊളി പ്രോഗ്രാമാണ്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഇത് മാത്രമല്ല, ഇനി ഒരു ദിവസം കൂടെ ഉണ്ട്. നമുക്ക് പ്രോഗ്രാം വന്നിട്ട് 11, 12 അല്ല 12, 13, 14 12-ന് നമ്മുടെ ഡാൻസ്, 13-ന് ഇവരുടെ ദേവസേന ഭജൻസിൻ്റെ പ്രോഗ്രാംസ്, പിന്നെ തിരുവാഭരണ ചാർത്തലായിരുന്നു ഗൈസ് ലാസ്റ്റ് പ്രോഗ്രാം. മൂന്നാമത്തെ ദിവസം അടിച്ചു പൊളിച്ചു ഞങ്ങൾ. കാര്യം അത്രയ്ക്ക് എന്തോ ഒരിതായിരുന്നു. ഒരു എന്താ പറയുക, നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേജൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം സ്റ്റേജൊക്കെ കെട്ടി അടിച്ച് പൊളിച്ചായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പം ഭയങ്കര എന്താ പറയുക ഒരിതായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയായിരുന്നു മറ്റേ സാധനമാണ് എനിക്കത്തില്ലേ, എന്തോ ഒരു സാധനമാണ് എനിക്കത്തില്ല, മറ്റേ എന്താ സാധനത്തിന് പറയുന്നത്, എന്തോ ഒരു തുണി പോലത്തെ സാധനം, ഒരു പട്ടിൻ്റെ. അത് എൻ്റെ ചേച്ചിയായിരുന്നു അണിയിച്ചത്. എന്ത് പറയാനാ, എന്നെ വിളിച്ചില്ല ഗൈസ്. ഞാൻ റിസീവ് ചെയ്യുന്ന തിരക്കിലാണ്, എന്നെ വിളിച്ചില്ല. കണ്ടോ വിഷയമായിട്ട് കാണിച്ച പരിപാടി. കുഴപ്പമില്ല, സങ്കടം ഉള്ളിലൊതുക്കാറ്. പക്ഷെ എനിക്ക് എന്നിട്ട് എന്താ ഒരു പേടിയുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഒടുക്കത്തെ പേടിയായിരുന്നു. അങ്ങനെ വേണ്ട ഇവരുടെ കീഴിൽ കണ്ടാ നിങ്ങൾ നോക്കുക ഗൈസ്. അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം ചില എനിക്കിഷ്ടപ്പെട്ട വരുന്ന പാട്ടൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങ് വീഡിയോ എടുക്കും. വേറെ കൊടുത്തിട്ട് ഞങ്ങളെല്ലാം ചെരിഞ്ഞ് ആടിപ്പാടി കൈയൊക്കെ കൊട്ടി. പിന്നെ നമ്മുടെ മറ്റേ രാഗതന്ത്രണത്തില്ലേ അത് പാടിയപ്പോഴായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പറയുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റോപ്പ്. അങ്ങനെ കണ്ടു ഭയങ്കര പൊളി പരിപാടിയായിരുന്നു. കണ്ട എന്നിട്ട് എന്താ പറയുക, സൂപ്പറായിരുന്നു. ഞാൻ ഇത് തന്നെയാണല്ലോ പ്രാവശ്യം പറയുന്നല്ലേ, കുഴപ്പമില്ല മാറ്റി പിടിക്കാം. അങ്ങനെ നമ്മൾ പിന്നെ എൻ്റെ ചാനൽ അതിട്ടൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പറഞ്ഞ മോശമല്ല ഗൈസ്, അതുകൊണ്ടാണ് ഇതും കൂടെ പറയുന്നത്. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ നോക്കണം. നെച്ചുകൂട്ടാനും പോകുന്നു. നെച്ചുകൂട്ടം കുറേ നേരമായി ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടവിടെ ഒരു മൈൻഡ് പോലും ചെയ്തില്ല. ലാസ്റ്റ് ചെറുതിനെ എടുത്തപ്പോൾ ആ നക്ഷത്ര എന്ന് പറയുന്ന ചേച്ചി എടുത്ത് എന്താ ഉമ്മയൊക്കെ കൊടുത്തിട്ടിരിക്കും. നല്ല അവനിഷ്ടമായി. അങ്ങനെ വേണ്ടേ ഒരു പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ എനിക്ക് നിശ്ചയമായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ കിട്ടുമ്പോൾ ചേച്ചി എന്നോട് കുറേ നാളായി ചോദിച്ചുകൊണ്ടിരിക്കുക ഫോട്ടോ കിട്ടിയോ എന്ന്. കിട്ടിയായിരുന്നു. കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ചു തരാം ചേച്ചി. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ പിന്നെയും പറഞ്ഞ വഴിയിലേക്ക് വരാം. ഇങ്ങനെ നമ്മൾ പിന്നെയും എന്താ പറയുക വരെയാണ് സംഭവങ്ങൾ. കുറേ പാട്ടുണ്ടായിരുന്നു ഗൈസ്. 10 മണി 10:15 വരെ കണ്ടു നിന്നു. 10 മണി 10:15 10:30 വരെ കണ്ടു നിന്നു. ഞങ്ങൾ വീട്ടിൽ പോയത് എന്തായാലും ഒരു 11-12 കഴിഞ്ഞിട്ടാണ്. കണക്കൊക്കെ പുതിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര പരിപാടിയല്ല. ആ ഒരാഴ്ച ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെ ഗൈസ് നമ്മൾ പിന്നെയും പറഞ്ഞ വഴിയിലേക്ക് വരാം.
അങ്ങനെ ഇത് തീരുന്നില്ലല്ലോ ഗൈസ്, എന്ത് പറയാനായിട്ടാണ്. ഞാൻ വൈകുന്നേരത്തെ വീഡിയോ കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് സമയം കിട്ടത്തില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിലും നിങ്ങളൊന്നും വിചാരിക്കരുത്. കിട്ടുന്ന എന്തായാലും ഞാൻ എടുക്കുന്ന വീഡിയോസ് സ്റ്റോറേജ് ഇല്ലാണ്ട് കുറേ ഡിലീറ്റൊക്കെ ചെയ്യും. എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് എടുക്കാനായിട്ട് മടിയാണ്. എഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒട്ടും സമയവും കാണത്തില്ല ഗൈസ്, വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്നൊരു സമയം കിട്ടി ഞാൻ ചെയ്തു. ഞായറാഴ്ച ആയതുകൊണ്ടാണ് എക്സാമൊക്കെ കിടക്കുന്നത്, പഠിക്കണം. അതൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. അപ്പം നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുള്ള അങ്ങനെ ഇതുവരെ ബട്ടൺ കിട്ടിയുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ അവിടം വരെയുള്ള പാട്ട് നിങ്ങൾ കേട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കേട്ടു. ഇന്നുള്ളത് നമുക്ക് കാണാം. അവളെ ചെന്ന് മറ്റേ പുടവ അല്ല എന്തോ ഒരു സാധനം എല്ലാവർക്കും കൂടെ അണിയിച്ച് അവളെന്തോ സംസാരിക്കുന്നുണ്ട്. എന്തോ ആണെന്നൊരു എനിക്കറിയത്തില്ല. അങ്ങനെ സംസാരിച്ച് വരും. ഇപ്പോൾ വലിയ നമുക്ക് വരെ നടന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരിറങ്ങി സംസാരിക്കുന്നതൊക്കെ ഉണ്ടാകുന്നില്ല. ചന്തുക ചെണ്ടയൊക്കെ കൊട്ടി എന്തൊക്കെയൊക്കെ ഇതായിരുന്നു. പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എന്തോ പാട്ടും പാടി നിർത്തുമായിരുന്നു. ഇനി നമുക്ക് തേർഡ് ഡേയിലേക്ക് പോകാം. ഇതാണ് കാലം വാങ്ങിച്ച് എനിക്ക് എടുക്കാൻ പറ്റുന്നു. അതും ഞാനല്ല എടുത്തത്, അതുകൊണ്ട് വേറെ ആരും എടുത്താണ്. ഇത് ഗ്രൂപ്പിൽ വന്നു, ഞാൻ എടുത്തിട്ടു, അത്രയുള്ളൂ. അപ്പം മനസ്സിലാക്കാണല്ലോ അല്ലേ? അപ്പം ഇത് കാലത്തിന് ഞാൻ അഷ്ടമംഗല്യം എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു എടുത്തത്.
അപ്പം അഷ്ടമംഗല്യം എടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അഷ്ടമംഗല്യം മുമ്പ് എത്ര ദിവസമായിരുന്നു 7 ദിവസത്തെങ്ങാണ്ട് വേണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനത് കൂടുതൽ എടുത്തിട്ടുണ്ട്. 7-6 ദിവസത്തിന് മുമ്പ് വേണമെന്ന് പറഞ്ഞു. ഞാനത് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാര്യം നമ്മൾ അമ്പലത്തിൽ ആ സമയത്ത് എപ്പോഴും കയറുന്നുണ്ട്. നമ്മൾ എന്താ നോയമ്പ് കഞ്ഞിഴ്ച ഞങ്ങൾ എടുത്തു പോകും. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ നോയമ്പ് എടുത്തിട്ട് അങ്ങനെ ആക്കി. അപ്പോൾ ഇതേണ്ട് നമ്മൾ എല്ലാവരുടെയും വീഡിയോ കണ്ടില്ലേ ഗൈസ്, നിങ്ങൾ ഭയങ്കര പൊളിയായിരുന്നു. ആൻഡ് കണ്ട എല്ലാവരും വീഡിയോ എടുക്കുന്നതിന് ഒരതി പറയുകയാണ്, ഞങ്ങളുടെ വീഡിയോ എടുക്കാനുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് ഗൈസ്. എല്ലാവരും പാലെടുക്കുന്നവരാണെങ്കിലും എല്ലാവരും നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ സമയത്താണെങ്കിലും വെള്ളം എനിക്കാണെങ്കിൽ ഇഷ്ടമില്ല. ഇതിൻ്റെ അരി സംഭവങ്ങളൊക്കെ ഉള്ളത് ഭയങ്കര വെയിറ്റാണ് ഗൈസ്. അപ്പം എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതും ഒരു പ്രയാസമായിരുന്നു. പ്രയാസമല്ല, എൻ്റെ കൈയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ വരുന്നു. ഞാനൊന്ന് സെറ്റ് സൈഡ് ആയിരുന്നു എടുത്തത്. പക്ഷേ ഉടുത്തതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് മാനേജ് ചെയ്യാൻ ചെന്നാൽ പാടായിരുന്നു. നമ്മുടെ തിരുവാർണമെൻ്റ് വരും കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ തിരുവാർന്നെല്ലാം ചേർത്ത് തൊഴുതെല്ലാം കഴിഞ്ഞപ്പോൾ ഉള്ള കളിയാണ് കണ്ടത് ഗൈസ്. ഞങ്ങൾ ഇന്ന് ഭയങ്കര തുള്ളനാണ്. തുള്ളി ക്ഷീണിച്ചിട്ട് പിന്നെ തുള്ളുമ്പോൾ ഒരു ഇതല്ലേ, അങ്ങനെ തുള്ളിയതാണ് ഗൈസ് ഇത്. പിന്നെയും ഇപ്പോഴും എന്താ പറയുക, ക്ഷീണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുള്ളി, അതും സാരി കൊടുത്തിട്ടാണെങ്കിൽ ഉരിഞ്ഞു പോകുന്നൊരു സംശയമായിരുന്നു. ഭാഗ്യത്തിന് ഉരിഞ്ഞൊന്നും പോയിട്ടില്ല, എങ്കിലും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഉരിഞ്ഞൊന്നും പോയിട്ടില്ല ഗൈസ്. അതിന് നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട. പകുതിയായപ്പം എന്താ പറയുക, ഭയങ്കര അടിച്ച് പൊളിച്ച് അങ്ങ് അടിച്ച് നമ്മൾ സെറ്റപ്പ് ആക്കിയായിരുന്നു പരിപാടി. ഇനിയും ഇങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റാക്കിയായിരുന്നു. പിന്നെ കണ്ടോ, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലായി ഞാനൊക്കെ സാരിയെ പിടിച്ചിട്ടാണ് കളിക്കുന്നത്. കാര്യം എപ്പോഴാണ് ഉരിഞ്ഞു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ കളിച്ച് പകുതിയാകുമ്പോഴേക്കായിരിക്കും ആ പാട്ട് ഓഫ് ആവുന്നത്. പിന്നെന്താണ്, നമ്മുടെ ശിവൻ്റെ പ്ലോട്ട് ഉണ്ടായിരുന്നു ഗൈസ്. ശിവൻ്റെ പ്ലോട്ടും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അതൊരു അടിച്ച് പൊളിച്ച് ശിവൻ്റെ പ്ലോട്ടൊക്കെ ആയിട്ട് ശിവൻ്റെ പ്ലോട്ടിൻ്റെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ പ്ലോട്ട്. ഇത് അമ്പലത്തിലോട്ട് കൊണ്ടുവരുന്നതാണ്, മീൻസ് അമ്പലത്തിൽ നിന്ന് തലേദിവസം കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതൊക്കെ എന്നാണ് ഇവിടെ ഒരുക്കിയത്. അപ്പം ഇന്നത്തേൻ്റെയാണിത്. കുറച്ച് പാടായിരുന്നു ഗൈസ്. നമ്മൾ ഇത് ഇങ്ങനെയല്ല, ഇത് നിൽക്കും ഗൈസ്. മീൻസ് ഇത് എണീറ്റ് നിന്നിട്ടുള്ള പ്ലോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് കെട്ടിയതാണ്. ഇത് ഭയങ്കര പൊളിയാണ്. കഥയൊക്കെ പറയുമ്പോഴാണെങ്കിലും ഭയങ്കര രസമാണ് കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ പരിപാടി. അടിച്ച് പൊളിച്ച് ഞങ്ങൾ. പിന്നെ ഇത് നമ്മൾ അങ്ങ് എന്താ കണ്ട, ഇതായിരുന്നു പൊളിച്ച് അടുക്കിയ പരിപാടി. കണ്ട, ഇതൊരു വീഡിയോ ആണ്. ഈ വീഡിയോ അധികം വൈകാതെ തന്നെ ഞാൻ മറ്റേ നമ്മുടെ ചാനലിലേക്ക് ഇടും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അത്ര എനിക്ക് പറയുള്ളൂ. അതിൻ്റെ സൂപ്പറായി നമ്മൾ അടിച്ച് പൊളിച്ച് അങ്ങനെയായി കണ്ടാകുന്ന ഇത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം.